നമസ്കാരം. പൊതുവിടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു വ്യായാമം ചെയ്യുന്ന മെക്സവൻ കൂട്ടായ്മയെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുന്നു. ഒരുമിച്ചുള്ള വ്യായാമത്തെ എതിർത്തുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കാന്തപുരത്തെ പരോക്ഷമായി വിമർശിച്ച് CPM നേതാക്കളും രംഗത്ത് വന്നതോടെ ചർച്ചകൾ വീണ്ടും തുടർന്നു. CPM ഏരിയ സെക്രട്ടറിമാരായി എത്ര സ്ത്രീകളുണ്ടെന്ന ചോദ്യമാണ് കാന്തപുരം ഉയർത്തിയത്. ഇതോടെ രാഷ്ട്രീയ അപകടം തിരിച്ചറിഞ്ഞ് തുടർ പ്രതികരണങ്ങളിൽ നിന്നും CPM പിൻവലിഞ്ഞു. എന്നാൽ വിഷയത്തിലെ വിവാദം ഇപ്പോഴും കത്തുകയാണ്. പൊതുവിടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് വ്യായാമം ചെയ്യരുതെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് KNM നേതാവ് ഹുസൈൻ മടവൂർ രംഗത്ത് വന്നു. കാന്തപുരം സംസാരിച്ചത് മതവിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അതിൽ അഭിപ്രായം പറയേണ്ട. CPM ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും CPM കാണിക്കുന്നത് ഇസ്ലാം മതവിരുദ്ധതയാണെന്നും ഹുസൈൻ മടവൂർ കുറ്റപ്പെടുത്തി. അവിഹിത ബന്ധങ്ങളാണ് സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. അത് ഇല്ലാതാക്കാനാണ് മതം നിയന്ത്രണം കൊണ്ടുവന്നത്. ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ് വേണ്ടത്. പൊതുവിടങ്ങളിൽ അന്യപുരുഷനുമൊത്ത് ഇടപഴകുന്നതിലാണ് വിലക്ക്, പൊതുസ്ഥാനങ്ങളോ പദവികളോ വഹിക്കുന്നതിലല്ല. വിഷയം ജുമാ ഖുതുബയിലടക്കം മതവേദികളിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതാദ്യമായിട്ടാണ് ഒരു സുന്നി നേതാവിനെ പിന്തുണച്ച് മുജാഹിദ് വിഭാഗം രംഗത്തെത്തുന്നത്. അതേസമയം മെക്സവൻ വ്യായാമത്തിനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശങ്ങളാണ് വലിയ വിവാദമായത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുന്നുവെന്നും വ്യായാമത്തിലൂടെ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുകയാണെന്നും കാന്തപുരം പറഞ്ഞിരുന്നു. സ്ത്രീ പുരുഷനെ കാണുന്നതും നോക്കുന്നതും ഹറാമാണെന്ന മതനിയമം തെറ്റിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മതവിധി പറയുന്നവരെ വിമർശിക്കുന്നവർ സത്യമെന്തെന്ന് അന്വേഷിക്കാറില്ല. പുരുഷന്മാരെ കാണുന്നതിനും ഇടപഴകുന്നതിനും സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നിബന്ധനകളുണ്ടെന്നും പണ്ടുകാലത്ത് അത് സ്ത്രീകൾ കൃത്യമായി പാലിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം കുഴിമണ്ണിലായിരുന്നു കാന്തപുരത്തിന്റെ വിവാദ പ്രസംഗം.